അനധികൃത കുടിയേറ്റക്കാരുമായുള്ള രണ്ടാമത്തെ US സൈനിക വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചു. 2 വിമാനങ്ങളിലായി 119 പേരെയാണ് കയറ്റിവിട്ടത്. ഇതിൽ ഒരു വിമാനം ശനിയാഴ്ചയും മറ്റൊന്ന് ഞായറാഴ്ചയും അമൃത്സറിൽ ഇറങ്ങും. മടക്കി അയച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. ഹരിയാന 33, ഗുജറാത്ത് 8, ഉത്തർപ്രദേശ് 3, രാജസ്ഥാൻ 2, മഹാരാഷ്ട്ര 2, ജമ്മു കാശ്മീർ 1, ഹിമാചൽ പ്രദേശ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഫെബ്രുവരി 5-നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരുമായുള്ള ആദ്യ വിമാനം US-ൽ നിന്നും എത്തിയത്. 108 പേരായിരുന്നു ആദ്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള 33 പേർ വീതവും പഞ്ചാബിൽ നിന്നുള്ള 30 പേരും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പേരും ഛത്തീസ്ഗഡിൽ നിന്നുള്ള 2 പേരും എന്നിങ്ങനെയാണ് കണക്കുകൾ. അതേസമയം കുടിയേറ്റക്കാരെ കൈയിലും കാലിലും വിലങ്ങണിയിച്ചു കൊണ്ടുവന്ന നടപടിക്കെതിരെ അന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അമൃത്സറിൽ ഇറങ്ങിയപ്പോൾ മാത്രമാണ് വിലങ്ങുകൾ അഴിക്കാൻ തയ്യാറായതെന്നും കടുത്ത ദുരിതമാണ് തങ്ങൾ അനുഭവിച്ചതെന്നുമാണ് പലരും തുറന്നു പറഞ്ഞത്. വിഷയത്തിൽ പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്ന് അവകാശപ്പെടുന്ന മോദി ഇന്ത്യക്കാർ നേരിട്ട ഈ അപമാനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ട്രംപിനോട് സംസാരിക്കാതിരുന്നതെന്നായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യമുയർത്തിയത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ശക്തമായി തന്നെ ഉന്നയിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം നിയമപരമായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകുമെന്നായിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പറഞ്ഞത്. അനധികൃത കുടിയേറ്റം തടയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മോദി ഊന്നി പറഞ്ഞിരുന്നു. വലിയ സ്വപ്നങ്ങളുള്ള സാധാരണക്കാരെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച് അവരെ അനധികൃത കുടിയേറ്റത്തിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങൾ അവസാനിപ്പിക്കണം. അനധികൃത കുടിയേറ്റക്കാർക്ക് മറ്റൊരു രാജ്യത്ത് തങ്ങാൻ നിയമപരമായ അവകാശമില്ല. രേഖകളില്ലാതെ വ്യക്തികൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്ഥിരീകരിച്ചാൽ അവരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണ്. ഇത് അവസാനിപ്പിക്കണം. പലപ്പോഴും ഇത്തരത്തിൽ പെട്ടുപോകുന്നത് സാധുക്കളാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. മനുഷ്യക്കടത്തിന്റെ വേരുറപ്പിക്കാൻ ഇന്ത്യയും US-ഉം സംയുക്തമായി ശ്രമിക്കണം. മനുഷ്യക്കടത്തിനെതിരെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പോരാട്ടം. ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും മോദി പറഞ്ഞിരുന്നു. അതേസമയം മോദി ട്രംപ് കൂടിക്കാഴ്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം കാണുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ പാക് വംശജൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതുമടക്കം നിർണായക തീരുമാനങ്ങളാണ് ഇരു രാഷ്ട്ര തലവന്മാരും കൈക്കൊണ്ടത്.